ഇനി ഒരു മാലാഖയെക്കുറിച്ചാണ്. കഴിഞ്ഞ മാസം ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതം സംഭവിച്ച രോഗിയുടെ ജീവൻ രക്ഷിച്ച മലയാളിയായ ഒരു നഴ്സിന്റെ വിശേഷം. ഖത്തറിൽ ജോലി ചെയ്യുന്ന നീലഗിരി സ്വദേശിയായ ജാൻസി റജി മീഡിയ വൺ റിയാദ് മെഡിക്കൽ സെന്റർ താങ്ക് യു നഴ്സസ് പരിപാടിയിൽ ആദരം ഏറ്റുവാങ്ങിയിരുന്നു. ജാൻസി മീഡിയ വണിനൊപ്പം ചേരുകയാണ്. മീഡിയ വൺ റിയാദ മെഡിക്കൽ സെന്റർ താങ്ക് യു നഴ്സസ് പരിപാടിയിൽ ആദരം ഏറ്റുവാങ്ങിയ ജാൻസി റജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആകാശത്ത് ഒരു മാലാഖയായി വന്ന് ജീവൻ രക്ഷിച്ച ജാൻസി റജി ആ കഥ നമ്മളോട് പങ്കുവെക്കുകയാണ്. വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതം സംഭവിച്ച രോഗിയെ സംയോജിതമായ ഇടപെടലിലൂടെ ജീവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു സിസ്റ്റർ. ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. ഈ സംഭവം ഉണ്ടായത് 25-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് പെട്ടെന്നാണ് ഞാനൊരു സൗണ്ട് കേട്ടത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് ഒരമ്മ വീണ് കിടക്കുന്നത് കണ്ട്. ഓടിച്ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ഹൃദയാഘാതമായിട്ട് കിടക്കുകയാണ്. അനക്കമൊന്നുമില്ല. കാബിൻ ക്രൂ ആണെങ്കിൽ ഹെൽപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അവരുടെ CPR കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ CPR കൊടുക്കാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മ ലൈഫിലേക്ക് തിരിച്ചു വന്നെന്നോ മനസ്സിലായി. വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ മക്കളുടെ ഉള്ള സങ്കടവും അമ്മയുടെ കണ്ണുനീരും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അവർ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു അത് അമ്മ രക്ഷപ്പെട്ടപ്പോൾ. എനിവേ അവരെ കാലിക്കറ്റ് എത്തുന്നവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്തു. കാരണം പൾസ് ഉണ്ടോ എന്നറിയില്ല, ഇടയ്ക്ക് പോകുമോ എന്നറിയില്ലായിരുന്നു. കാലിക്കറ്റ് എത്തി അവരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസം. ഞാനൊരു നേഴ്സായതിലും പിന്നെ യുണീക്ക് എന്നൊരു സംഘടനയുടെ ഭാഗമായതിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു നിമിഷമാണത്. ഇങ്ങനെയൊരു അനുഭവം കരിയറിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഫ്ലൈറ്റിൽ വെച്ച് ആദ്യമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡരികിൽ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇത്തരം വാർത്തകൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. അപ്പോൾ വിമാനങ്ങളിൽ ഇത്തരം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വന്നാൽ അതിനെ നേരിടാനുള്ള സംവിധാനമുണ്ടോ? എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അവിടെ ഞാൻ ആദ്യം അവരോട് ചോദിച്ചത് ഒരു BP അപ്പാർട്ടസ് ഉണ്ടോ എന്നായിരുന്നു. അവരുടെ മറുപടി ഇല്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അമ്മയുടെ ഷുഗർ താണു പോയതാണോ. പക്ഷേ ഒരു ഷുഗർ നോക്കാൻ ഒരു മെഷീൻ ചോദിച്ചപ്പോൾ അതും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് AED മാത്രമാണ്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഒരു ഷോക്ക് കൊടുക്കുന്ന ഒരു റിതം നോക്കുന്നതുമായ ഒരു മെഷീനാണ് AED. അപ്പം അത് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ മെഡിസിനും അങ്ങനെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ബേസിക് ആയിട്ടുള്ള ലൈഫ് എക്യുപ്മെൻറ്റ്സ് ആണ് ഒരു BP അപ്പാർട്ടസ്, ഒരു ഷുഗർ നോക്കുന്ന മെഷീൻ. ഇത് രണ്ടും അവിടെ ഇല്ലായിരുന്നു. അവരെന്നോട് ചോദിച്ചതിനനുസരിച്ച് ഞാനൊരു ഫീഡ്ബാക്കും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത ഒരു മീറ്റിങ്ങിൽ അവരത് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. കാരണം അത് ബേസിക് ലൈഫ് എക്യുപ്മെൻ്റ് ആയതുകൊണ്ട്. നഴ്സിംഗ് മേഖലയിൽ എത്ര വർഷമായി? ഞാനിപ്പോൾ 18 വർഷമായി. ഖത്തറിൽ 6 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തത്, ഞാൻ പഠിച്ചതുമെല്ലാം മുംബൈയിലാണ്. ഞാൻ എൻ്റെ നഴ്സിംഗ് കരിയർ തുടങ്ങുന്നതും മുംബൈയിൽ വെച്ച് തന്നെയാണ്. അവിടെ ബോംബെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. റിലയൻസിൽ ഞാൻ 6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് 2018 ഞാൻ ഖത്തറിലെത്തുന്നത്. ഇവിടെ ഞാൻ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഹാർട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ആസ് എ സ്റ്റാഫ് നഴ്സ്. ജാൻസി റജിയെ പോലുള്ള മാലാഖമാരോട് പറയാനുള്ളത് താങ്ക് യു നഴ്സസ് എന്നാണ്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം സൽവ ഷെറിൻ, മീഡിയ വൺ.